മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻഡ്രിയ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മതാധ്യാപകരുടെ മധ്യസ്ഥരായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയാണ് ഞാൻ ഇതിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 1538 ഒക്ടോബർ 2 ഇറ്റലിയിലെ മിലാനിലാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ ജനിച്ചത്. ഗിബർട്ടോ ബൊറോമിയോയും മാർഗരിറ്റയും ആയിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ധനിക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ധാരാളിത്ത ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. 22ാമത്തെ വയസ്സിൽ വെറും ഡീക്കൻ മാത്രമായിരുന്ന അദ്ദേഹം മിലൻ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായി. ക്രിസ്തീയ തത്വസഖ്യം സ്ഥാപിച്ച് അതിലെ അംഗങ്ങളെ വേദോപദേശം പഠിപ്പിക്കാൻ ഇറങ്ങി. ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത ഈ മാർഗം വളർന്നു വികസിച്ചാണ് ഈ കാണുന്ന ഞായറാഴ്ച മതബോധം ആയത്. പാവങ്ങളോടും രോഗികളോടും ഉള്ള അദ്ദേഹത്തിന്റെ സ്നേഹം വളരെ വലുതായിരുന്നു. തനിക്കുള്ളതെല്ലാം വിറ്റ് അവരെ സഹായിച്ചു. ഒരു ശരിയായ മധ്യസ്ഥൻ എന്ന നിലയിൽ രാത്രിയും പകലുമില്ലാതെ സ്വർഗീയ സിംഹാസനത്തിന്റെ രക്ഷയ്ക്കായി അപേക്ഷിച്ചുകൊണ്ടിരുന്നു. 1584 നവംബർ 3 46ാമത്തെ വയസ്സിൽ ചാൾസ് ബൊറോമിയോ മിലാനിൽ മരണമടഞ്ഞു. 1610 നവംബർ 1 പോപ്പ് പോൾ 5 ചാൾസിനെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. വേദപാഠ അധ്യാപകരുടെ മധ്യസ്ഥരായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്നത് നവംബർ 4 നന്ദി.